നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ. എപ്പോഴും രാഷ്ട്രീയ സാമൂഹ്യ വിഷയങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് വീഡിയോ പങ്കുവച്ചിട്ടുള്ളത്. നമ്മൾ സമൂഹത്തിൽ കാണുന്ന ചില കാര്യങ്ങളൊക്കെ പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു വീഡിയോയിലേക്ക് കടക്കുന്നത്. നമ്മളേവരും ട്രെയിൻ യാത്ര ചെയ്തിട്ടുള്ളവരാണ്. ട്രെയിനിൽ യാത്ര ചെയ്യാത്തവർ അപൂർവമാണ്. ദിവസവും യാത്ര ചെയ്യുന്നവരുണ്ട്. പലയിടങ്ങളിൽ ജോലിക്ക് വരുന്നതിന് വേണ്ടി തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്കും, എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കും, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്തേക്കും, കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കും ഒക്കെ യാത്ര ചെയ്യുന്ന നിരവധി പേരുണ്ട്. അല്ലെങ്കിൽ കണ്ണൂരിൽ നിന്ന് കോഴിക്കോടേക്കും, കോഴിക്കോട് നിന്ന് കണ്ണൂരിലേക്കും, തൃശ്ശൂരിൽ നിന്ന് കണ്ണൂരിലേക്കും ഒക്കെ യാത്ര ചെയ്യുന്നവരുണ്ട്. ട്രെയിൻ യാത്രയിൽ നമ്മൾക്കെപ്പോഴും KSRTC ഉള്ള യാത്ര പോലെ അല്ലല്ലോ. നമുക്ക് ഭക്ഷണം വേണം, ചായ കുടിക്കണം, ഇതൊക്കെ നമുക്ക് ട്രെയിനിൽ തന്നെ കിട്ടും. ട്രെയിനിൽ കിട്ടുന്ന ഭക്ഷണത്തെക്കുറിച്ച് എത്രത്തോളം ശുചിത്വമുണ്ട് എന്നുള്ള കാര്യത്തിൽ പലപ്പോഴും പലരും പല രീതിയിലും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോഴിതാ ഇന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണാനിടയായി. തീവണ്ടിയിലെ വടക്കച്ചവടത്തെക്കുറിച്ചാണ്. തീവണ്ടിയിലെ വടകളുടെ രുചിയെക്കുറിച്ചാണ് ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് നിത്യവും യാത്ര ചെയ്യുന്ന, തിരുവനന്തപുരത്ത് പബ്ലിക് ലൈബ്രറിയിൽ ജോലി ചെയ്യുന്ന ബിജു തറയിൽക്കുന്നാണ് ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഞാൻ ആ പോസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പങ്കുവയ്ക്കുകയാണ്. തീവണ്ടിയിലെ വടകൾക്ക് ഇത്ര രുചി എന്താണ് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? കിടന്നു പോകുന്ന വന്ദേ ഭാരതം വരുന്ന വാർത്തയുമായി ഇന്നത്തെ പത്രങ്ങൾ ഇറങ്ങിയത് കണ്ടപ്പോഴാണ് ഉമിനീർ വടകളെപ്പറ്റി ചിന്തിച്ചത്. സംഗതി വയറ്റിപ്പിഴപ്പാണ്, ശരിയാണ്. പക്ഷേ വിൽക്കുന്നവരുടെ ശുചിത്വം ശ്രദ്ധിക്കാതിരിക്കരുത്. എന്തിലും ലാഭം മാത്രം കാണുമ്പോൾ വായിൽ നിന്ന് വടേ വിളികൾക്കൊപ്പം തെറിക്കുന്ന ഉമിനീർ നമ്മൾ ശ്രദ്ധിക്കാതെ പോകരുത്. മൊരിഞ്ഞ വടയിൽ നിരന്തരമായ മെതുവട വിളി കാരണം നല്ല മയമുണ്ടാകും. ചില കാലത്ത് വട്ടപാത്രത്തിൽ പ്ലാസ്റ്റിക് കവറിട്ട് പൊതിഞ്ഞു കൊണ്ടുവരുന്നത് കണ്ടിട്ടുണ്ട്. ഇപ്പോഴതില്ല. ഓരോ വണ്ടി വരുമ്പോഴും പ്ലാറ്റ്ഫോമിൽ കൈകുത്തിയാണ് വടവിൽപ്പനക്കാർ ഇറങ്ങാറ്. ആ കരങ്ങളാൽ മെതുവട നീട്ടുമ്പോൾ കയ്യിൽ ഉറയുണ്ടോ എന്ന് നോക്കാനും മറക്കണ്ട. ഉത്തരേന്ത്യൻ വിതരണക്കാരാണെങ്കിൽ കൈവിരലുകൾ ടോയ്ലറ്റിനടുത്തെത്തുമ്പോൾ വായ്ക്കുള്ളിലെ ചെറിയ ചാക്കുകളെ ഒതുക്കി വയ്ക്കാൻ ഉപയോഗിക്കുന്നതും കാണാം. വല്ലപ്പോഴും യാത്ര ചെയ്യുന്നവരാണ് തുപ്പൽ വടക്കിരയാകുന്നത്. കൂടെ രണ്ട് അനുസരണമില്ലാത്ത ചിന്ന പയലുകൾ കൂടി ഉണ്ടെങ്കിൽ വടക്കാരൻ ഹാപ്പിയായി. കുട്ടികൾ വടവാശി കാണിച്ച് രണ്ട് നിർബന്ധ നൃത്തം നടത്തുമ്പോൾ അമ്മൂമ്മ തന്നെ പോക്കറ്റ് മണി നീട്ടുകയായി. കുട്ടിയുടെ കരച്ചിലും തീർന്നു. കൂട്ടത്തിൽ സംഘാംഗങ്ങളെല്ലാം വടയിൽ മുഴുകുകയായി. സഹി കെട്ടതുകൊണ്ട് എഴുതിപ്പോയതാണ്. ഒന്നുകിൽ വായ്ക്ക് മറയിടുക, അല്ലെങ്കിൽ വടയ്ക്ക് മറയിടുക. വന്ദേ ഭാരതിൻ്റെ സൗന്ദര്യം മറ്റു വണ്ടികൾക്കില്ലെങ്കിലും രണ്ടും ഒരേ റെയിലിന് മീതെയാണ് പായുന്നത് എന്നോർക്കണം. തലയിൽ സ്റ്റൈലൻ ഷെഫിൻ്റെ തൊപ്പിയിട്ട വിതരണക്കാരൻ വന്ദേ ഭാരതിലുണ്ടെങ്കിലും മുറുക്കാൻ തുപ്പൽ നിറഞ്ഞ പഴഞ്ചൻ കമ്പാർട്ട്മെൻറ്റുകളിൽ അതേ പഴഞ്ചൻ നിലവാരത്തിലുള്ള ഭക്ഷണ വിതരണമാണ് ഇപ്പോഴും കാണാൻ കഴിയുന്നത് എന്ന് കരുതി തുറന്നു വെച്ച ഭക്ഷണം നോക്കിയും കണ്ടും മാത്രം വാങ്ങി കഴിക്കുക. ഒരു രാക്കാഴ്ചയാണ് ഇതെഴുതാൻ എന്നെ പ്രേരിപ്പിച്ചത്. ശുചിത്വം ഒറ്റ ദിനത്തിലേക്കുള്ളതല്ല എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രം. എന്തായാലും ബിജു ഇത്തരത്തിലൊരു പോസ്റ്റ് ഇട്ടത് നന്നായി. വടക്കച്ചവടക്കാരൻ്റെ കഞ്ഞികുടി മുട്ടിക്കാനല്ല, ശുചിത്വം വേണമെന്നുള്ള ഒരു ബോധമുണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് നോക്കിയും കണ്ടുമൊക്കെ ബിജു പറഞ്ഞതുപോലെ വട വാങ്ങി കഴിക്കുക.